Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോഗ്രാമിംഗ് പാരഡൈം സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3 വരുന്ന ടോപ്പിക്കാണ് ജനറിക് സബ് റൂട്ടീൻസ് ആൻഡ് മൊഡ്യൂൾസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്താണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്? സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ഈസ് എൻ വേ ടു സ്പ്ലിറ്റ് യുവർ കോഡ് ഇൻ ബ്ലോക്സ്, അല്ലേ? അതായത് ലാർജ് പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാമിലെ കോഡുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബ്ലോക്സ് ആക്കി മാറ്റാണ്. ദെൻ ഈ ബ്ലോക്സ് എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു, റൺ ചെയ്യുന്നു, അല്ലേ? ഇനി എന്താണ് സബ് റൂട്ടീൻ എന്ന് വെച്ചാൽ അതായത് സീക്വൻസ് ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാണ്. ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ ആ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നു പറഞ്ഞാലോ, എവിടെയൊക്കെ ആ ഒരു ടാസ്ക് വരുന്നുണ്ടോ അവിടെയൊക്കെ ഈ സബ് റൂട്ടീൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പാക്കേജ്ഡ് ആസ് എൻ യൂണിറ്റ്. ഇനി മൊഡ്യൂൾസ്. Modules help the programmers to split their code into small modules. എന്തിനാണ്? അതായത് ആ ഒരു കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? വലിയ പ്രോഗ്രാംസ് ഒക്കെ ആകുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൊഡ്യൂൾസ് ആക്കി മാറ്റാണ്. അപ്പോൾ സെപ്പറേറ്റ് റൺ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി it is used to group the routines and data structure. With large programs containing many methods, subroutines will be needed to perform similar operations on many different types. നമ്മൾ നേരത്തെ പറഞ്ഞു subroutines എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിൽ സീക്വൻസ് ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ്. പെർഫോം ആൻഡ് സ്പെസിഫിക് ടാസ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രോഗ്രാം എടുക്കുമ്പോൾ അതിൽ സെയിം ഫംഗ്ഷൻ തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെയിം ഫംഗ്ഷൻ ആണ് എന്ത് പറയുന്നത്? സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. അടുത്ത സബ് റൂട്ടീൻ എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷൻ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അഡീഷൻ. ഓക്കെ, അഡീഷൻ ആണ് ഫംഗ്ഷൻ. ആഡ് ചെയ്യണം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഫംഗ്ഷൻ. അപ്പോൾ അതാണ് അവിടുത്തെ സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു അഡീഷൻ എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു സബ് റൂട്ടീൻ എന്ത് ചെയ്യാം? അവിടെയൊക്കെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സബ് റൂട്ടീൻ വിൽ ബി നീഡഡ് ടു പെർഫോം സിമിലർ ഓപ്പറേഷൻസ് ഓൺ മെനി ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോൾ സെയിം ഫംഗ്ഷൻ ആയിരിക്കും, പക്ഷെ എന്താ അവിടുത്തെ ടൈപ്പ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന കേസിലാണ് സബ് റൂട്ടീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. സബ് റൂട്ടീൻസ് ആഡ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വരുന്നത് സ്ട്രിംഗ് ആഡ് സ്ട്രിംഗ് എ സ്ട്രിംഗ് ബി റിട്ടേൺ എ പ്ലസ് ബി. ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അഡീഷൻ ആണ്, അല്ലെ? ആഡ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. ആഡ് എന്നുള്ളതാണ് ഫംഗ്ഷൻ നെയിം വരുന്നത്. അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്ട്രിംഗ് ആയിരിക്കും, അല്ലെ? സ്ട്രിംഗ് ടൈപ്പിലാണ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. ഇനി അടുത്ത എന്താ? സെയിം ഫംഗ്ഷൻ തന്നെയാണ്, അഡീഷൻ തന്നെയാണ്, പക്ഷെ അവിടുത്തെ ടൈപ്പ് എങ്ങനെയാണ്? ഇൻറ്റീജർ ആണ്. ഇനി അടുത്ത വരുന്ന ഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ റിട്ടേൺ ചെയ്യുന്നത് ഡബിൾ ടൈപ്പിലായിരിക്കും, അല്ലെ? വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ സെയിം ഫംഗ്ഷൻ, അല്ലെ? സെയിം ഫംഗ്ഷനെ തന്നെ വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് സബ് റൂട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? അതായത് ജനറിക് സബ് റൂട്ടീൻ, അല്ലെ? അതായത് സബ് റൂട്ടീനിൽ എങ്ങനെയായിരുന്നു വന്നിരുന്നത്? അതായത് അവിടെ ഫംഗ്ഷൻ ആഡ് എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ്? അതായത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? അവിടെ സബ് റൂട്ടീൻ സെപ്പറേറ്റ് ആണ് വരുന്നത്. ഓരോ ടൈപ്പിനനുസരിച്ചാണ് വരുന്നത്. സ്ട്രിംഗ് ഉണ്ടായിരുന്നു, ഇന്റീജർ ഉണ്ടായിരുന്നു, ഡബിൾ ഉണ്ടായിരുന്നു, അല്ലെ? ഇനി ജനറിക് സബ് റൂട്ടീൻ അല്ലെങ്കിൽ ജനറിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ സബ് റൂട്ടീൻ ഷുഡ് ബി റിട്ടേൺ വൺസ് and be capable of accepting any arguments. ഓക്കെ, അതായത് ഏത് ടൈപ്പും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. നേരത്തെ കണ്ട എക്സാമ്പിൾ എങ്ങനെയായിരുന്നു? സ്ട്രിംഗ് ആണെങ്കിൽ ആർഗ്യുമെന്റ് ടൈപ്പ് സ്ട്രിംഗ് ആണെങ്കിൽ സ്ട്രിംഗ് വാല്യൂ മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അവിടെ ഇന്റീജർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ജനറിക് പ്രോഗ്രാമിംഗ്, ജനറിക് സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രം സബ് റൂട്ടീൻ ചെയ്ത്, അതായത് ആഡ് എന്നുള്ള ഫംഗ്ഷൻ അതിലെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, ആർഗ്യുമെന്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഏതുമായിരിക്കണം. അതായത് സ്ട്രിംഗ് ആവാം, ഇന്റീജർ ആയിരിക്കാം. അതായത് വീണ്ടും 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 എഴുതേണ്ട കാര്യമില്ലാന്ന് ഒരൊറ്റ തവണ മാത്രം ആ ഒരു ഫംഗ്ഷൻ എഴുതാം. നേരത്തെ എങ്ങനെയായിരുന്നു? നോർമൽ സബ് റൂട്ടീൻ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് അത് വരുന്നത്, അല്ലെ? അതാണ് ജനറിക് പ്രോഗ്രാമിംഗ്. ഓക്കെ, a generic or polymorphic subroutine is one that take parameters of different types of different activation. Okay, in Java version 5 generic programming has been added. അതുപോലെ
സി പ്ലസ് പ്ലസ്സിൽ ഈ ജനറിക്സിന് പറയുന്നതാണ് ടെംപ്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇനി അതർ ലാംഗ്വേജസ് ദാറ്റ് ഫീച്ചർ ജനറിക്സ് ആർ Ada, Clue, FL Modular 3 and C Sharp. Then generic modules or classes useful for creating containers. അപ്പോൾ containers എക്സാമ്പിൾ എന്തൊക്കെയാണ്? അതായത് stack, queue, heap, set, dictionary, list, array, trees or hash tables. Okay. അപ്പോൾ a generic or polymorphic subroutine is one that take parameters of different types on different activations. Okay. Generic subroutines are needed in generic classes. They allow a method to be parameterized by a single type. ഇനി അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, കണ്ടോ, ഇതാണ് അതിന്റെ എക്സാമ്പിൾ വരുന്നത്. ഇവിടെ കാണാം പബ്ലിക് ടി ആഡ് ടി എ ടി ബി. അപ്പോൾ അവിടെ ടി എന്ന് പറയുന്നത് എന്താ? അതായത് ജനറിക് ടൈപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ജനറിക് ടൈപ്പ് ഇങ്ങനെയാണ് അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജനറിക് ടൈപ്പ് ടി എന്ന് പറയുന്നത് എങ്ങോട്ട് പാസ് ചെയ്യും? അതായത് ആഡ് എന്നുള്ള മെത്തേഡ് കണ്ടല്ലോ, ആഡ് എന്നുള്ള മെത്തേഡിലെ പാരാമീറ്റർ അല്ലേ, അങ്ങോട്ട് പാസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഹെൻസ് വി ക്യാൻ now call the code എങ്ങനെ ചെയ്യാം? int c equal to add 5 7 double d equal to add 4.5 6.9. അതുപോലെ string concatenation add generic എന്നുള്ളത് പിന്നെ erix എന്നുള്ളത് ആ concatenation എന്നുള്ള ആ ഫംഗ്ഷനും പെർഫോം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് ടി എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, അതായത് ഒരൊറ്റ ഫംഗ്ഷൻ ആണ് അല്ലേ, ഒരൊറ്റ മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും 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 എഴുതിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ജനറിക് ടൈപ്പ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ആ ടി എന്ന് പറയുന്നത് ഇങ്ങനെ പാസ് ചെയ്യും, ആ ഒരു ആഡ് എന്നുള്ള ആ മെത്തേഡിന്റെ പാരാമീറ്ററിലോട്ട് പാസ് ചെയ്യാണ്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള വാല്യൂസ് വേണമെങ്കിലും, ഇൻറ്റീജർ ആയിക്കോട്ടെ, ഡബിൾ ആയിക്കോട്ടെ, സ്ട്രിങ് ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും അതിലേക്ക് വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വീണ്ടും ടൈപ്പിനനുസരിച്ച് മെത്തേഡ് വീണ്ടും വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. ദെൻ റിട്ടേൺ എ പ്ലസ് ബി. ഓക്കെ, അപ്പോൾ ഏത് വാല്യൂസ് ആണോ വരുന്നത് അതിനനുസരിച്ചുള്ള ടൈപ്പിൽ റിട്ടേൺ ചെയ്യും, വാല്യൂ റിട്ടേൺ ചെയ്യും. ഇങ്ങനെയാണ് വരുന്നത്. Then implementing generics. In C++, they are a static mechanism. All of the work required to use multiple instances of the generic code is handled by the compiler. അതായത് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത് എന്താ? അതായത് ഇൻറ്റീജർ ആവാം, ഡബിൾ ആവാം, സ്ട്രിങ് ആയിരിക്കാം എന്ന് പറഞ്ഞു. അതാണ് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? കമ്പൈലർ ആണ്. അപ്പോൾ കമ്പൈലർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അതായത് ഓരോ പ്രാവശ്യം ആ ആഡ് എന്നുള്ള മെത്തേഡിലേക്ക് ചിലപ്പോൾ ഇൻറ്റീജർ വാല്യൂ വരുമ്പോൾ ഒരു സെപ്പറേറ്റ് കോപ്പി വയ്ക്കും, അതുപോലെ ഡബിൾ, അതുപോലെ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പിലാണോ വരുന്നത് അതാണ് ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഓരോ ഇൻസ്റ്റൻസിലും എന്ത് ചെയ്യും? ഒരു സെപ്പറേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യാണ്. ദി കമ്പൈലർ ക്രിയേറ്റ് ആൻഡ് സെപ്പറേറ്റ് കോപ്പി ഓഫ് ദി കോഡ് ഫോർ എവരി ഇൻസ്റ്റൻസ്. ഓക്കെ, ഇൻ ജാവ all instances of the generic code will share the same code at runtime. Okay, അവിടെ സെപ്പറേറ്റ് കോപ്പി ഒന്നുമില്ല. ഇനി if we call some generic parameter t in Java, this behave identically to Java language object except that we do not have to use cast. ഇനി നോക്കാൻ പോകുന്നത് ജനറിക്സ് ഇൻ C++ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു C++ൽ ജനറിക് ഈസ് നോൺ ആസ് ടെംപ്ലേറ്റ്. അതാണ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൽ അറിയുന്നത്. ടെംപ്ലേറ്റ് ടൈപ്പ് നെയിം ടി, ദെൻ ടി ആഡ്, ടി എന്ന് പറയുന്നത് അല്ലേ ജനറിക്, ആ ജനറിക് ടൈപ്പ് എന്ന് പറയുന്നത് ആഡ് എന്നുള്ള മെത്തേഡിന്റെ പാരാമീറ്ററിലോട്ട് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. ദെൻ റിട്ടേൺ എ പ്ലസ് ബി. ദെൻ ടു കോൾ ദി മെത്തേഡ് എങ്ങനെയാണ്? അതായത് എങ്ങനെയാ കോൾ ചെയ്യാം? ആഡ് 5 6 എന്ന് പറയുമ്പോൾ ഇൻറ്റീജർ വാല്യൂ ആണ് പാരാമീറ്റർ വാല്യൂ ആയിട്ട് പോകുന്നത്. ദെൻ റിട്ടേൺ വാല്യൂ കിട്ടി. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂവിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കും. അതുപോലെ ഇനി കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അതായത് ഡബിളിലാണ്, ആഡ് 5.6, 7.8 ആണ്. അപ്പോൾ ആ വാല്യൂ എന്ത് ചെയ്യും? പാസ് ചെയ്യും. ദെൻ റിട്ടേൺ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് വാല്യൂ എന്ന് പറയുന്നതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഡബിളിലായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ജനറിക്സ് ഇൻ C++. ഇനി വരുന്നത് ജാവ ജനറിക്സ് ആണ്. അപ്പോൾ നേരത്തെ C++ന്റെ എക്സാമ്പിൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് allow any number int, float, short, double, etc. to be added to the. ഇനി ജാവയുടെ കേസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? അതായത് പബ്ലിക് ടി ജനറിക് ടൈപ്പ് ആണ്, ടി ആഡ് ടി എ ടി ബി, റിട്ടേൺ എ പ്ലസ് ബി, സെയിം തന്നെ. ഇനി വരുന്ന പറഞ്ഞാൽ ലെറ്റ്സ് പെർഫോം ദി ടൈപ്പ്
ഇറേഷ്യർ, അതായത് പബ്ലിക് ഒബ്ജക്റ്റ് ആഡ് ഒബ്ജക്റ്റ് എ ഒബ്ജക്റ്റ് ബി റിട്ടേൺ എ പ്ലസ് ബി. ഇത് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അവിടെ പ്ലസ് ഓപ്പറേറ്റർ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ഒബ്ജക്റ്റ്. സോ എന്ത് ചെയ്യണം? വി മസ്റ്റ് മോഡിഫൈ ദി കോഡ് ടു മേക്ക് ഇറ്റ് ടൈപ്പ് സേഫ് സോ ഇറ്റ് ക്യാൻ കമ്പയർ. Then ഇനി വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ജനറിക് ടൈപ്പ് ടി എക്സ്റ്റെൻസ് നമ്പർ ടി ആഡ് ടി എ ടി ബി റിട്ടേൺ എ പ്ലസ് ബി. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? വി ഹാവ് ടു ഇമ്പോസ് ആൻഡ് ഹയർ ബൗണ്ട് ഓൺ ദി ടൈപ്പ് പാസ് ടു ദി ജനറിക് മെത്തേഡ്. അതായത് ഒരു മാക്സിമം ലിമിറ്റ് വെക്കുകയാണ്. അതായത് വാല്യൂ പാരാമീറ്ററിലേക്ക് പാസ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് മാക്സിമം ഒരു ലിമിറ്റ് വെക്കുകയാണ്. അപ്പം അതിന് കൂടുതലായിട്ട് വരുന്ന വാല്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല? പെർഫോം ചെയ്യില്ല. ഓക്കെ, അത് വർക്ക് ചെയ്യില്ല. അതാണ് പറയുന്നത്. ഇൻ ദിസ് കേസ് വി ആർ സേയിങ് ദാറ്റ് ദി ടൈപ്പ് പാസ് ഇൻ വിൽ ബി എ സബ് ക്ലാസ് ഓഫ് java.lang.number. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ പബ്ലിക് ടി എക്സ്റ്റെൻസ് നമ്പർ ടി ആഡ് ടി എ ടി ബി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻറ്റീജർ ഡബിളിൻ്റെ ഒക്കെ സെപ്പറേറ്റ് എന്താ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇഫ് ടി ഇൻസ്റ്റൻസ് ഓഫ് ഇൻറ്റീജർ റിട്ടേൺ എ ഡോട്ട് ഇൻ വാല്യൂ പ്ലസ് ബി ഡോട്ട് ഇൻ വാല്യൂ. ഇനി ജനറിക് ടൈപ്പ് ടി എന്ന് പറയുന്നത് ഡബിൾ ആണെങ്കിൽ അപ്പം അതിന് വേണ്ട ഇൻസ്റ്റൻസ് ആണ് ഇഫ് ടി ഇൻസ്റ്റൻസ് ഓഫ് ഡബിൾ റിട്ടേൺ എ ഡോട്ട് ഡബിൾ വാല്യൂ പ്ലസ് ബി ഡോട്ട് ഡബിൾ വാല്യൂ. ഇനി ഒന്നും അല്ലെങ്കിൽ റിട്ടേൺ നൾ. ഇനി പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഇവിടെ എങ്ങനെയാണ്? അതായത് ആ ഒരു മെത്തേഡ് ആഡിനെ കോൾ ചെയ്തിരിക്കുകയാണ്. അതായത് ഇൻറ്റീജറും അതുപോലെ ഡബിളും ടൈപ്പിലുള്ള വാല്യൂ ആണ് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഇൻറ്റീജർ ടൈപ്പിൽ വരുന്ന വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എവിടേക്ക് പോവും? അതായത് ഇൻസ്റ്റൻസ് ഓഫ് ഇൻറ്റീജർ അവിടേക്ക് പോകും അല്ലേ. അപ്പോൾ അവിടെ എ ഡോട്ട് ഇൻ വാല്യൂ എന്ന് പറയുന്നത് 5, ബി ഡോട്ട് ഇൻ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ആയി. ആഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്തു, റിസൾട്ട് കിട്ടി. ഇൻറ്റീജർ ടൈപ്പിൽ റിസൾട്ട് കിട്ടി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് ആഡ് എന്നുള്ള ആ ഒരു മെത്തേഡ് കോൾ ചെയ്തിരിക്കുന്നത് ഡബിൾ ടൈപ്പിലാണ് അല്ലേ. അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഡബിൾ ടൈപ്പിലാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകും? ഇൻസ്റ്റൻസ് ഓഫ് ഡബിളിലേക്ക് പോകും. എ ഡോട്ട് ഡബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 7.9 ആണ്. ബി ഡോട്ട് ഡബിൾ വാല്യൂ എന്ന് പറയുന്നത് 11.3 ആണ്. ദെൻ റിട്ടേൺ, അതായത് അഡീഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ വാല്യൂവിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് റിസൾട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഡബിളിലായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഈസി അല്ലേ? ജനറിക് സബ്റൂട്ടീൻസ് ആൻഡ് മൊഡ്യൂൾസ് ഇൻ എഡ ആണ് നോക്കാൻ പോകുന്നത്. ദി ഡിക്ലറേഷൻ ഓഫ് എ ജനറിക് സോർട്ടിംഗ് റൂട്ടീൻ ഇൻ എഡ മൈറ്റ് ബി സിമിലർ. ഇവിടെ ജനറിക് ടൈപ്പ് ട്രീ പ്രൈവറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ടൈപ്പ് ട്രീ അറേ ഈസ് അറേ ഇൻറ്റീജർ റേഞ്ച് ഓഫ് ടി. ദെൻ ഇവിടെ വിത്ത് എന്നുള്ള ക്ലോസ് യൂസ് ചെയ്തിട്ടുണ്ട്. വിത്ത് ഫംഗ്ഷൻ ദെൻ A1 A2 ടി റിട്ടേൺ ബൂളിയൻ. പ്രൊസീജിയർ സോർട്ട് ഓപ്പറേഷൻ ആണല്ലേ. സോർട്ട് എ ഇൻ ഔട്ട് ടി അറേ. അപ്പോൾ ഇവിടെ വിത്ത് എന്നുള്ള ക്ലോസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ സോർട്ട് ഓപ്പറേഷൻ ഒരിക്കലും പോസിബിൾ ആവില്ല. കാരണം എന്താ? അതായത് ഇവിടെ ജനറിക് ടൈപ്പ് ടി എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. വിത്തൗട്ട് ദി വിത്ത് ക്ലോസ് procedure sort would be unable to compare elements of A for ordering because type tree is private. So ഇത് വന്നിരിക്കുന്നത് യൂസ് ഓഫ് എ ജനറിക് സബ് റൂട്ടീൻ ഇൻ എഡ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് നമ്പേഴ്സ് തരുമ്പോൾ അതിൻ്റെ മിനിമം ഓക്കെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ അതിൻ്റെ സിൻടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് കൊടുക്കുക? ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ, അതായത് ജനറിക് ടൈപ്പ് ട്രീ ഇവിടെ പ്രൈവറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിത്ത് എന്നുള്ള ക്ലോസ് യൂസ് ചെയ്യണം അല്ലേ. വിത്ത് എന്നുള്ള ക്ലോസ് യൂസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ പെർഫോം ആവില്ല. ഓക്കെ, അപ്പോൾ ഫംഗ്ഷന് മുന്നായിട്ട് വിത്ത് എന്നുള്ള ക്ലോസ് വേണം. വിത്ത് ഫംഗ്ഷൻ ദെൻ എക്സ് വൈ ടൈപ്പ് എന്താണ്? അതായത് ജനറിക് ടൈപ്പ് ആണ്, റിട്ടേൺ ബൂളിയൻ. ദെൻ ഫംഗ്ഷൻ മിനിമം എക്സ് വൈ ടൈപ്പ് ടി, അതായത് ജനറിക് ടൈപ്പ് റിട്ടേൺ ടി. ഓക്കെ, പിന്നെ വരുന്നത് അതിൻ്റെ ബിഗിൻ എൻഡിൽ വരുന്നത് എങ്ങനെയാണ്? നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് എക്സ് ലെസ് ദാൻ വൈ ദെൻ റിട്ടേൺ എക്സ് എൽസ് റിട്ടേൺ വൈ ആൻഡ് ഇഫ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സിൻടാക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ എഡയിലാവുമ്പോൾ എങ്ങനെയാണ് ജനറിക് സബ് റൂട്ടീൻ? ജനറിക് ടൈപ്പ് പ്രൈവറ്റ് ആയിരിക്കും, അതുപോലെ വിത്ത് എന്നുള്ള ക്ലോസ് യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി വരുന്നത് ജനറിക് സബ് റൂട്ടീൻസ് ആൻഡ് മൊഡ്യൂൾസ് ഇൻ ജാവയാണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് ടി എന്ന് പറയുമ്പോൾ ജനറിക് ടൈപ്പ് എക്സ്റ്റെൻസ് കമ്പാരബിൾ. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻസ് എന്നുള്ള ആ ഒരു കീ എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അതായത് ഇൻഹെറിറ്റൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ ജാവയിൽ പഠിച്ചുള്ളതാണ് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ്? അതായത് പാരന്റിൽ നിന്നാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ എക്സ്റ്റെൻസ് കമ്പാരബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പാരബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർഫേസ് ആണ്.
Comparable is an interface from the Java standard library that includes the method compare to. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അറേ സോർട്ട് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. വോയിഡ് സോർട്ട് ടി എ. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറിക് ടൈപ്പ് ആണ് എ അറേ അല്ലേ. ഇഫ് എ ഓഫ് ഐ ഡോട്ട് കമ്പയർ ടു, കണ്ടോ ഈ ഒരു കമ്പയർ ടു എന്ന് പറയുന്ന മെത്തേഡ് എവിടെയാണ് വരുന്നത്, അതായത് കമ്പയറബിൾ എന്നുള്ള ഇന്റർഫേസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യണമെങ്കിൽ കമ്പയറബിൾ എന്നുള്ള ഇന്റർഫേസ് വേണം. ഓക്കെ, അതിനെയാണ് ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ടി എക്സ്റ്റെൻസ് കമ്പയറബിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് ആ കമ്പയറബിൾ എന്നുള്ള ഇന്റർഫേസിന് ഇൻഹെറിറ്റൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി this method returns -1, 0 or 1 respectively depending on whether the current object is less than, equal to or greater than the object passed as a parameter. Java puts the type parameter immediately in front of the method's return type. The extends clause constitute a generic constraint. അപ്പോൾ എന്തിനാണ് extend യൂസ് ചെയ്യാന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി വരുന്നത് ജനറിക് സബ് റൂട്ടീൻസ് ആൻഡ് മൊഡ്യൂൾസ് ഇൻ സി ഷാർപ്പ് ആണ്. ജാവയിലെ പോലെ തന്നെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയായിരുന്നു, അതായത് കമ്പയറബിൾ എന്നായിരുന്നു ജാവയിൽ അല്ലേ. പക്ഷേ ഇവിടെ വരുമ്പോൾ എങ്ങനെ വരും, കണ്ടോ, അതായത് ഐ കമ്പയറബിൾ. അതാണ് മെയിൻ ഒരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കതിൽ അതിൻ്റെ സിൻടാക്സ് നോക്കുമ്പോൾ തന്നെ കാണാം, അതായത് ടൈപ്പ് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതായത് ആഫ്റ്റർ ദി നെയിം ഓഫ് ദി സബ് റൂട്ടീൻ അല്ലേ. അപ്പോൾ ഇൻ സി ഷാർപ്പ് put the type parameters after the name of the subroutine and the constraints. അതുപോലെ തന്നെ where എന്നുള്ള ക്ലോസ് ഉണ്ട് അല്ലേ, അതും എങ്ങനെ തന്നെയാണ് പാരാമീറ്റർ ലിസ്റ്റ് കഴിഞ്ഞിട്ട് അതിന് ശേഷം തന്നെയാണ് where എന്നുള്ള ക്ലോസും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജാവ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സാമിന് ചോദിക്കാം അല്ലേ, ജാവയും സി ഷാർപ്പും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, തെറ്റി പോകരുത് കേട്ടോ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ് എ ഓഫ് ഐ കമ്പയർ ടു അല്ലെ, കമ്പയർ ടു എന്നുള്ള മെത്തേഡ് കമ്പയറബിൾ എന്നുള്ള ആ ഒരു ഇന്റർഫേസിലാണ് വരുന്നത്. പിന്നെ സെയിം സാധാരണ ആ ഒരു സോർട്ട് ഓപ്പറേഷൻ്റെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ദി കമ്പൈലർ ഈസ് സ്മാർട്ട് ഇനഫ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഇന്റ് ഈസ് ആൻ ബിൽറ്റ് ഇൻ ടൈപ്പ് ആൻഡ് ജനറേറ്റ് ആൻഡ് കസ്റ്റമൈസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സോർട്ട്. ദെൻ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇപ്പോൾ C++, ജാവ, സി ഷാർപ്പ് ഇതൊക്കെ പറഞ്ഞു പോയി അല്ലേ. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺ ആണ് നോക്കാൻ പോകുന്നത്. ജനറിക്സ് ഇൻ C++, ജാവ ആൻഡ് സി ഷാർപ്പ്. അപ്പോൾ അതിൽ C++ൽ ജനറിക് ഈസ് നോൺ ആസ് ടെംപ്ലേറ്റ്സ് അല്ലേ. അപ്പോൾ അതിൽ തന്നെയാണ് കൂടുതലായിട്ടും ജനറിക് എന്നുള്ളത് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് C++ is the most ambitious of the three. ഇനി ജാവ 5 അതുപോലെ തന്നെ C# 2.0. അപ്പോൾ അതിൽ ജനറിക് എന്തിനാ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിമോർഫിസം അല്ലേ, അതിനെ ശരിക്കും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറിക് എന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് തന്നെ. ഓക്കെ, Java 5 and C# 2.0 provide generics purely for the sake of polymorphism. ഇനി Java's design was heavily influenced by the desired backward compatibility. The C# designers, tough building on an existing language, did not feel as constrained. They had been planning for generics from the outset and were able to engineer substantial new support into the .NET virtual machine. Okay, ഇങ്ങനെയാണ് അതിൻ്റെ കമ്പാരിസൺ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ്, കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ സെക്ഷൻ, അതായത് ആ സിൻടാക്സ് എന്ത് ചെയ്യും, പഠിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, സ്കിപ്പ് ചെയ്ത് കളയും. പക്ഷേ ഈ ഒരു സബ്ജക്റ്റിൽ എന്താ, ഈ പ്രോഗ്രാമിൻ്റെ സിൻടാക്സും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഒരിക്കലും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും നന്നായിട്ടത് പഠിക്കുക. ഓക്കെ, സിൻടാക്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്, എളുപ്പമാണ് പഠിക്കാനായിട്ട്. അപ്പം എല്ലാം എഴുതി വെക്കണം എന്നല്ല, പക്ഷെ എന്നാലും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സെക്ഷനെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.